ഡേ 26 എപ്പിസോഡ് ഓപ്പൺ ആവുന്നത് തന്നെ ജിൻഡോയുടെ ഷോയിൽ നിന്നാണ്. ജിൻഡോ പോയി അർജുൻ്റെ മൈക്ക് ചെക്ക് ചെയ്യുന്നു, റസ്മിൻ്റെ ഡ്രസ്സ് ചെക്ക് ചെയ്യുന്നു, മൈക്ക് ചെക്ക് ചെയ്യുന്നു, തൻ്റെ കളഞ്ഞുപോയ കിച്ചൺ കീ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അടുത്ത ഷോ. പിന്നെ നൂറ, രസ്മിൻ, ജാസ്മിൻ, ഗബ്രി ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അതിൽ എന്നെയും ചേർക്കാൻ പ്ലാൻ ഇട്ടിരുന്നു, പക്ഷെ ഞാൻ നിന്നില്ല. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ, ഇതിനെതിരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ലിവിംഗ് റൂമിനടുത്തായിട്ട് യമുന അവിടെ ഗബ്രി ഉന്നയിച്ച ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് അവിടെ എല്ലാവരോടും യമുന ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് യമുനയോടൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ ടച്ച് എന്താണ്? അത് സമൂഹം എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കറക്റ്റാണ്. അതൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ജാസ്മിനും ഗബ്രിക്കും കൊള്ളാം. അതിനുശേഷം കിച്ചൻ്റെ അവിടെ നിന്ന് ജാസ്മിൻ, ജിൻഡോ ഈ ബ്യൂട്ടിയും കുളിയേയും കുറിച്ചുള്ള സംസാരം വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബോഡി ഷെയ്മിങ് ഇതിന് പറ്റിയതല്ലേ എന്ന്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ബ്യൂട്ടി സീക്രട്സിനെ കുറിച്ച് പറയുന്ന ആൾ മിനിമം കുളിക്കുക എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അതിനെ ജാസ്മിൻ തൻ്റെ വാക്കുകൾ കൊണ്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനുശേഷം ക്യാപ്റ്റൻസി ചൂസിങ് ടൈമാണ്. അങ്ങനെ ടാസ്കുകളിലെല്ലാം വിജയിച്ച ടണൽ ടീം അവിടെ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ യമുന ഗബ്രി ശ്രീരേഖയെക്കുറിച്ചൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ടീമിന് വേണ്ടി തന്നെയാണ് കളിച്ചത്. അപ്പോൾ രണ്ടുപേരെ മാത്രം ശ്രീരേഖ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് താല്പര്യമില്ല എന്നൊക്കെ അവിടെ യമുന പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്കിത് താല്പര്യമില്ല. അപ്പോൾ തിരിച്ച് ഗബ്രി അതിനെ കൗണ്ടറും ചെയ്യുന്നുണ്ട്. എനിവേ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ജാസ്മിൻ അവിടെ അനൗൺസ് ചെയ്യുന്നു, ഞങ്ങളുടെ സൈഡിൽ നിന്ന് പുതിയ ക്യാപ്റ്റനായി ജാസ്മിനെ തിരഞ്ഞെടുത്തു എന്ന്. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ജിൻഡോയെക്കുറിച്ച് പറയുന്നത്, അപ്പോൾ ജാസ്മിൻ ഇവിടെ എന്ത് ഫ്രസ്ട്രേഷനാണ് തീർക്കുന്നത്? അതും തെറ്റ് തന്നെയല്ലേ? അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട്, ഇതേ തെറ്റ് തന്നെയാണ് ജാൻമണിയും കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി അവരുടെ സംസാരവും അവരുടെ പ്രവർത്തികളും ഒക്കെ വളരെ ചീപ്പ് ലെവലിലാണ് ഇവിടെ കാണുന്നത്. ഇതിനുശേഷം രണ്ടുപേരും കൂടെ റൂമിൽ ഇരിക്കുന്നു. ജാസ്മിൻ ഗബ്രിയെ മേക്കപ്പ് ചെയ്യുന്നു, കാരണം കഴിഞ്ഞ ദിവസത്തെ പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ. അവിടെയും അവർ ആ കോംബോ ഡ്രാമ കുറച്ച് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനുശേഷം ബാക്കി എല്ലാവരും കൂടി അവിടെ ചേർന്നിട്ട് ഐഷയായ ഗബ്രിയെ ടീസ് ചെയ്യുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. ഇതിനുശേഷം ശ്രീലേഖ ചേഞ്ചിങ് റൂമിൽ ഇരുന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ അവിടെ നിൽക്കുമ്പോൾ ജിൻഡോയോട് പറയുന്നുണ്ട്, ഈ യമുന ചേച്ചി ഇത്രയും വെടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന വാക്കുകളും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. ജിൻഡോ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് പരുവം പോലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. പവർ ടീം ഗബ്രി ഡിസൈഡ് ചെയ്യുന്നു. ഇതിനുശേഷം അപ്സര അവിടെ നിന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, പവർ ടീം മെമ്പർ നിയമലംഘനം നടത്തിയാൽ അതിനെന്താണ് ശിക്ഷ എന്ന്. അപ്പോൾ ജിൻഡോ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അത് പറയുന്നുണ്ട്. വ്യക്തമായി ബിഗ് ബോസ് പറഞ്ഞതാണ്, നിയുക്ത ക്യാപ്റ്റനെയും പവർ ടീമിനെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അപ്സര അവിടെ വെക്കുന്ന പോയിന്റ് വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്സര ഒരു കാര്യം മനസ്സിലാക്കണം, ദാറ്റ് ഈസ് എ ഗെയിം ഓഫ് പവർ. യു ക്യാൻ ഡു എനിത്തിങ് വെൻ യു ഹാവ് പവർ. അതിനുശേഷം ശരണ്യ വരുന്നു. ശരണ്യ തൻ്റെ പോയിന്റ് വളരെ കൃത്യമായിട്ട് ഋഷിക്കെതിരെ വെക്കുന്നുണ്ട്. അവിടെയും ഋഷി തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ വളരെ ബോറായി തോന്നുന്നു. അതിനുശേഷം ശ്രീരേഖ വന്ന് ജാൻമണിക്കെതിരെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാൻമണിയുടെ ഇവിടുത്തെ ബിഹേവിയർ വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. എനിവേ എല്ലാവരും കൂടെ ചേർന്ന് നൂറയാണ് രണ്ടാമത്തെ ആളായി ജയിലിലേക്ക് വിടാൻ തീരുമാനിക്കുന്നത്. ഇതിനുശേഷം ഡാസിലർ എറ്റേണ ദിവ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ രസ്മിൻ ഭായ് പ്രസൻറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് എന്താണ് പ്രസൻറ്റേഷൻ എന്ന് മിനിമം ഒരു നോളജ് ബാക്കിയുള്ളവർ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഫാഷൻ ഷോ നടക്കുന്നു. ജഡ്ജസ് എല്ലാം ടീം എയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനുശേഷം BB+ ടാസ്ക് കൊടുക്കുന്നു, ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ വീക്ക്. അങ്ങനെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് പവർ ടീമിൽ നിന്ന് ബെസ്റ്റ് പെർഫോമർ അർജുൻ, ഫ്ലോർ ജിൻഡോ, ബാത്റൂം അപ്സര, കുക്കിംഗ് അൻസിബ എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ഇതിനുശേഷം ഋഷി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് അർജുൻ ഇമോഷണലി ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. അവിടെ ശരണ്യ, ശ്രീതു എന്നിവർ അദ്ദേഹത്തെ കാം ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ശരണ്യ ഋഷിക്കെതിരെ പറയുന്ന വളരെ വാലിഡ് പോയിന്റ്സ് ആണ്. ഇപ്പോഴത്തെ എല്ലാ ഫൈറ്റിലും ശരണ്യ തൻ്റെ പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം അർജുൻ ഋഷി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിനുശേഷം പോലും ഋഷി കൺവിൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേസ് ബിഗ് ബോസിൻ്റെ ഒരു ദിവസം കൂടി ഇവിടെ കടന്നു പോവുകയാണ്.